പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും നിരാശയായിരുന്നു എപ്പോഴും ഫലം. ബലരാമൻ്റെ കാര്യത്തിൽ കൃഷ് എന്തുകൊണ്ടാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തിനാണ് ഇത്ര ദേഷ്യം? കൺമണി ചോദിക്കുകയാണ്. ഇതോടെ എൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചവനെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണമെന്നാണോ നീ പറയുന്നത്? ഇപ്പോൾ അദ്ദേഹം കുത്തേറ്റ് ആശുപത്രിയിൽ കിടക്കുകയല്ലേ? അപ്പോഴും ദേഷ്യം വേണോ? വേണം. അവൻ കാരണമാ എൻ്റെ സഹോദരി ഈ നിലയിലായത്. അങ്ങനെയുള്ള ഒരുവനോട് ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും. അതിൽ ഒരു മാറ്റവുമില്ല. ഒരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല. ഇതോടെ കൃഷ് തൻ്റെ അമ്മയെ ചെന്ന് കാണുകയാണ്. അമ്മേ, നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ചവനാണവൻ. അവനോട് ഒരുവിധ സഹാനുഭൂതിയും അമ്മ കാണിക്കേണ്ടതില്ല. അല്ല മോനെ, അവൻ ആ വേദനയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതവൻ അറിയിച്ച വേദന തന്നെയാ, അല്ലാതെ ഒന്നുമല്ല. മനസ്സിലായോ? നമ്മൾ അവൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല. ഞാനത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. നിങ്ങളത് വീണ്ടും വീണ്ടും കേൾക്കാൻ തയ്യാറാകാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മനസ്സിലായോ? ഇതോടെ സുജയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോകുന്നു. ഇതിനിടയിലാണ് മാനസ പുതിയ നീക്കം ആരംഭിക്കുന്നത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ചതി നടക്കുമ്പോഴാണ് അവിടേക്ക് സുമിത്രയും കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.